Hello guys, welcome to my fourth video from Manali series. ഇന്ന് നമ്മൾ മണാലിയിൽ നിന്ന് ഗ്രാംപൂ സ്നോ വ്യൂ പോയിന്റിലോട്ടാണ് പോകുന്നത്. ഗ്രാംപൂ ഒരു ചെറിയ ടൗൺ ആണ്, ജസ്റ്റ് ബിഫോർ ലേ റോത്താങ് ഹൈവേ. മോർ ദാൻ ജസ്റ്റ് എ ടൗൺ, ഗ്രാംപൂ ഇസ് എ പാരഡൈസ് ഫോർ നേച്ചർ ലവേഴ്സ്. നമ്മളിപ്പോൾ അട്ടൽ ടണലിന്റെ മെയിൻ ഗേറ്റ് ക്രോസ് ചെയ്യാനായിട്ട് പോവുകയാണ്. സൈഡിലോട്ട് നോക്കിയാൽ ദൂരോട്ട് in the far distance you can see some snow-capped mountains. Atal Tunnel is a 9-kilometer long road tunnel connecting Manali and Keelong. It helps in bypassing the Rohtang Pass situated in Himachal Pradesh in the eastern Pir Panjal range of the Himalayas. It carries 2 lanes of National Highway 3. It is the longest highway single tube tunnel above 10,000 feet in the world. അട്ടൽ ടണൽ കഴിഞ്ഞിറങ്ങി വരുന്ന റോഡ് 2 വഴിക്കാണ് പോകുന്നത്. ലെഫ്റ്റിലോട്ട് പോയാൽ ലേ, കാർഗിൽ, പിന്നെ ശ്രീനഗർ പോകാൻ പറ്റും. റൈറ്റിലോട്ട് തിരിഞ്ഞാൽ റോത്താങ്ല പാസ്, കാസ, സുമുഡോ ഒക്കെ പോകാൻ പറ്റും. നമ്മളിപ്പോൾ റൈറ്റിലോട്ടാണ് പോകുന്നത്. അവിടെയാണ് ഇന്ന് നമ്മൾ പോകാൻ പോകുന്ന ആ സ്നോ പ്ലേസ് ഉള്ളത്. തിരിച്ചു വരുമ്പോൾ നമ്മൾ ലേ റോഡ് പോകുന്നുണ്ട് ടുവേഴ്സ് സിസു ലേക്ക്. മണാലിയൊക്കെ പോകുമ്പോൾ മോസ്റ്റ്ലി പാക്കേജസ് ആണ്, സോ എല്ലാ ടൂറിസ്റ്റ് സ്പോട്ട്സും പ്രീസെറ്റ് ആണ്. ഈ ട്രിപ്പിൽ ആകെ പ്രീസെറ്റ് അല്ലാത്ത ഒരേ ഒരു സ്പോട്ട് കൽഗ വില്ലേജ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഏറെ ഇഷ്ടം ആയതും അത് തന്നെ. ഇപ്പോൾ നമ്മൾ വന്ന സ്ഥലമാണ് ഗ്രാംപൂ സ്നോ പോയിന്റ്. നല്ല ടൂറിസ്റ്റ് സ്പോട്ടാണ്, കുറച്ചധികം കൺജസ്റ്റഡുമാണ്. ഇവിടെ ഞാൻ കണ്ട സ്നോ അത്രയും നല്ലതല്ല കണ്ടിട്ട്. മണ്ണും സ്നോവും ചേർന്ന ഒരു രൂപത്തിലാണ് ഇവിടെ സ്നോ കിടക്കുന്നത്. ടു ബി എക്സാക്ട്, വൃത്തി കുറവാണ്. സ്ഥലം അതിമനോഹരമാണ്, കിടിലൻ സ്ഥലമാണ്. എന്നാൽ കൂടിയും ഇത്രയും ക്രൗഡ് വരുന്ന സ്ഥലമായതുകൊണ്ട് അത് വൃത്തികേടായിട്ടാണ് കിടക്കുന്നത്. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ്. ഏതൊരു സ്ഥലവും ക്രൗഡ് കൂടുന്നതനുസരിച്ചാണ് പ്ലേസ് വൃത്തികേടാവുന്നത്. ക്രൗഡ് ഇല്ലാത്ത എത്രയോ സ്പോട്ട്സ് ഉണ്ട്, ക്ലീനാണ്, ഒരു പൊല്യൂഷനും ഇല്ല, ഒന്നുമില്ല. സോ ആസ് ഇൻഡിവിജ്വൽസ് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു സ്ഥലം കാണാൻ പോകുമ്പോൾ ആ സ്ഥലം വൃത്തിയാക്കി സൂക്ഷിക്കേണ്ടത് നമ്മൾ ഇൻഡിവിജ്വൽസിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അത് വേറെ ആരും ചെയ്തു തരത്തില്ല, നമ്മളെ തന്നെ വൃത്തിയാക്കണം. ഇവിടെ എത്തിയപ്പോഴാണ് എനിക്കൊരു ഐഡിയ വന്നത്. ഈ വെറുതെ ടൂറിസ്റ്റ് നിൽക്കുന്ന സ്ഥലത്ത് നിൽക്കാതെ ഒന്നൊരു വാക്കിന് പോയാൽ ഈ റോഡ് മേളിലോട്ട് കുറച്ച് അങ്ങോട്ട് കാഴ്ചയൊക്കെ കണ്ട്, നല്ല കാഴ്ചയൊക്കെ കണ്ട് നടക്കുമ്പോഴത്തേക്കും മേളിൽ ആളും കുറവായിരിക്കും. എങ്ങാനും നല്ല സ്നോ കണ്ടാലാ. അപ്പോൾ ആ ഒരു ഐഡിയ വന്ന് ഞാൻ എന്ത് ചെയ്തു, അങ്ങനെ ഞാൻ നടക്കാൻ തുടങ്ങി മേളിലോട്ട്. പക്ഷേ അപ്പോഴൊന്നും ഞാൻ വിചാരിച്ചില്ല ഈ നടത്തം എൻ്റെ തോട്ട് പ്രോസസ്സേ മാറ്റണ ഒരു നടത്തമാവുന്നത്. ഞാനങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്കൊരു പീസ് ഓഫ് മൈൻഡ് ഫീലിംഗ് പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ വന്നതുപോലെ തോന്നി എനിക്ക്. അപ്പോൾ ഞാനത് അങ്ങ് രസിച്ച് കുറച്ച് നേരം അവിടെ അങ്ങ് നിന്ന് കണ്ണൊക്കെ അടച്ച് ആ മൊമെൻ്റ് ആസ്വദിച്ച് അപ്പോഴേ എൻ്റെ ബ്രെയിനിൽ ഒരു യൂഫോറിയ തെളിഞ്ഞു. എന്തുകൊണ്ട് എൻ്റെ ലൈഫ് ഗോൾ ഇതാക്കിക്കൂടാ? വൈ നോട്ട്? ഇതുപോലെയുള്ള ഒരു ലൈഫ് എന്തുകൊണ്ട് സൃഷ്ടിക്കാൻ നോക്കിക്കൂടായിരിക്കും? അപ്പോഴൊരു ബൾബ് കത്തിയത്. എൻ്റെ ഇഷ്ടം ഇതാണ്, ഇതിനു വേണ്ടിയാണ് ഞാൻ ഇനി ഹാർഡ് വർക്ക് ചെയ്യേണ്ടത് എന്ന് മനസ്സിലായ ഒരു മൊമെൻ്റ് ആയിരുന്നു അത്. ഞാൻ ഭയങ്കര ഹാപ്പിയായി, കുറേ നേരം സന്തോഷത്തോടെ തുള്ളിച്ചാടി. ഐ വാസ് ലിറ്ററലി ഇൻ ടിയേഴ്സ് ഓഫ് ജോയ്. ഐ ഡിസൈഡഡ് ഇനി ഇത് സെറ്റാക്കാനായിരിക്കും ഞാൻ ജീവിക്കുന്നത്. ഒരു നാൾ, വൺ ഡേ എല്ലാം റെഡിയാവും. അതുവരെ ഒന്ന് കഷ്ടപ്പെട്ട് ജീവിച്ചാൽ പിന്നെയുള്ള എൻ്റെ ജീവിതം ഇഷ്ടമുള്ള രീതിയിൽ എനിക്ക് ജീവിക്കാൻ പറ്റും. ആ ഇഷ്ടമുള്ള രീതി ഇതാണെന്ന് മനസ്സിലായ പോയിൻ്റായിരുന്നു ഈ വാക്ക്. സോ ദിസ് വാസ് ദ മോസ്റ്റ് വാല്യുബിൾ വാക്ക് ഇൻ മൈ ലൈഫ് പറയുകയാണെങ്കിൽ. ഐ എൻജോയ്ഡ് എ ലോട്ട്. ആ സീനറി ആയിക്കോട്ടെ, ആ സ്ഥലമായിക്കോട്ടെ, ദാറ്റ് ഹാസ് സം മീനിങ്, മേ ബി ഈവൻ ലാർജർ ദാൻ ലൈഫ് മീനിങ് ഫോർ മീ ഇൻ മൈ ലൈഫ് എന്നൊരു തോട്ട്. So I'm just walking. I don't know where this goes. Where does this go? Let's see. Let's walk. Anyway, walking is good for your health. So yeah, I'm walking. Oh man, I love this. I love you guys. Maybe this might be the best. അങ്ങനെ അവസാനം നടന്ന് അതെല്ലാം കഴിഞ്ഞ് മേളിയെത്തി. ഒരു കുറച്ച് ആൾക്കാരുള്ള ഒരു ഏരിയ എത്തിയപ്പോൾ ചുറ്റും മലനിരകൾ, ഒരു വാട്ടർഫോൾ, ദൂരെ ഒരു വാട്ടർഫോള്. അതൊക്കെ കാണാൻ എന്ത് രസമെന്നറിയാമോ? അതുപോലെ ചുറ്റും ഈ മഞ്ഞുമല, കിട്ടില്ല സ്ഥലം. അവിടെ പോയി കുറച്ച് നേരം ഞാൻ നിന്ന് വീഡിയോ ഒക്കെ എടുത്ത്, റീൽസൊക്കെ എടുത്ത്, അത് കഴിഞ്ഞിട്ട് പിന്നെ താഴോട്ട് ഇറങ്ങി. അങ്ങനെ അവിടുത്തെ ഭംഗിയെല്ലാം ആസ്വദിച്ച് താഴോട്ട് ഇറങ്ങുന്ന വഴിയിലാണ് ദൂരെ ഒരു പരിചയമുള്ള ഒരാൾ ഓടി വരുന്നത് കണ്ടത്. വേറെ ആരുമല്ല, എൻ്റെ കസിൻ ബ്രദറാണ്. വന്നിട്ട് ആദ്യം എൻ്റെ അടുത്ത് ചോദിച്ചത് എവിടെയാടാ നീ പോയെന്ന്. ബിക്കോസ് ഞാൻ ആരുടെ അടുത്തും പറയാതെയാണ് മേലിലോട്ട് കയറിയത്. സോ അതായിരുന്നു ആ ചോദ്യത്തിൻ്റെ ഒരു ഇത്. എന്നിട്ട് ഞാൻ നൈസായ ചേട്ടൻ്റെ കുറച്ച് പോർട്രേറ്റ്സ് എടുത്തു കൊടുത്ത് ചേട്ടനെ ശാന്തനാക്കി. പിന്നീട് ഒട്ടും സമയം കളയാതെ താഴോട്ട് ഇറങ്ങി. പോകുന്ന വഴിയിൽ നമ്മളൊരു വാട്ടർഫോൾ വീണ്ടും കണ്ടു. അത് അങ്ങനെ ചെറിയ വർത്തമാനമൊക്കെ പറഞ്ഞ് നമ്മൾ തിരിച്ചുപോയി.
ബാക്കി വിഷ്വൽസ് ഇനിയുള്ളത് മുന്നോട്ടുള്ള യാത്രേൻ്റെയാണ്. അത് റീൽസ് ആസ്പെക്റ്റിലായിരിക്കും വരുന്നത്, ബിക്കോസ് അധികം ഷൂട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് എൻജോയ് ചെയ്ത് ഹിമാചലിന്റെ ഒരു തനിതായ ഭംഗി നിങ്ങൾ ആസ്വദിക്കുക. കുറച്ച് റാൻഡം ഷോട്ട്സ് ഇരുന്ന്. Take care. Love you. This is Karthik Ajit Kumar signing off. See ya till next time.